ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് BFAക്ക് വേണ്ടി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കാം. ആദ്യത്തെ ഒരു 6 ദിവസം ഈ ടൈം ടേബിൾ പ്രകാരം നമുക്ക് പഠിച്ചു പോകാം. അത് കഴിഞ്ഞിട്ട് ഹോട്ട് ടോപ്പിക് ഉണ്ടല്ലോ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന സിലബസിൽ നിന്ന് തന്നെ ഉള്ളത്, അത് നമുക്ക് പഠിക്കാം. ചരിത്രം നമുക്ക് 5 മാർക്കാണ്. അതിൽ കേരളം, യൂറോപ്യന്മാരുടെ വരവ്, സംഭാവന, മാർത്താണ്ഡവർമ്മ, ചിത്തിര തിരുനാൾ, തിരുവിതാംകൂർ ചരിത്രം പഠിക്കാം. പിന്നെ ഭൂമിശാസ്ത്രം 5 മാർക്കാണ്. അതിനകത്ത് ഭൂമിയുടെ ഘടന, അന്തരീക്ഷം പഠിക്കാം. ഇന്ത്യയിലാണെങ്കിൽ ഉത്തരപർവ്വത മേഖല, നദികൾ പഠിക്കാം. കേരളം, നദികളും കാലാവസ്ഥയും പഠിക്കാം. ധനതത്വശാസ്ത്രം 5 മാർക്കാണ്. 5 ഇയർ പ്ലാൻസ് പഠിക്കാം. പിന്നെ സുപ്രധാന നിയമം, വിവരാശ നിയമം പഠിക്കാം. കമ്പ്യൂട്ടറാണ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ പഠിക്കാം. വൊക്കാബുലറിക്ക് അത് സിനോണിമസ്, അന്റോണിമസ് ഒരു 15 എണ്ണം വീതം പഠിക്കാം. മലയാളം പദശുദ്ധി, വാക്യശുദ്ധി പഠിക്കുക. മാത്സ്, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. പിന്നെ കോഡിങ്ങും ഡീകോഡിങ്ങും കൂടി പറ്റുവാണെങ്കിൽ. പിന്നെ കറണ്ട് അഫയേഴ്സ്, ഒളിമ്പിക്സും T20 വേൾഡ് കപ്പും പഠിക്കാം. OMR ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക. PYQ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണാതെ പഠിക്കുക. അതിനകത്ത് നമ്മൾ 80 GK പഠിക്കും. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 160 GK അങ്ങനെ തന്നെ പഠിച്ചെടുക്കാൻ പറ്റും ഒരു ദിവസം. ആദ്യ ദിവസത്തെ ടൈം ടേബിളാണിത്. ഇത് എത്രത്തോളം നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് നോക്കാം ഇത് പ്രകാരം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 6 ദിവസം പഠിക്കുക. പിന്നെ ഒരു 2 ദിവസം റിവിഷൻ ചെയ്യുക. ഈ സിലബസ് നമ്മൾ പഠിക്കുമ്പോൾ BFAക്ക് എന്ന പോലെ തന്നെ LDക്കും നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സിലബസാണ്. അതുകൊണ്ട് നമുക്കിത് എന്തായാലും പഠിച്ചു പോകാം. അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കുക, പഠിക്കുക. അടുത്ത BFAയുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആദ്യത്തെ ഒരു 50-നുള്ളിൽ വരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമുക്ക് നടത്താം. ഓക്കെ, താങ്ക്